الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ശിർക്ക് കാലഘട്ടങ്ങളിലൂടെ എന്നുള്ളതാണ്. ഈ ഉമ്മത്തിൽ ആദ്യമായി ശിർക്ക് സംഭവിച്ചതും തുടർന്ന് ഇങ്ങോട്ട് ആ ശിർക്ക് ഓരോ കാലഘട്ടത്തിലും ഏത് രീതിയിലാണ് മനുഷ്യ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിലൂടെ മനുഷ്യ കുലത്തിന് അല്ലാഹു സൃഷ്ടിപ്പ് നൽകി. ആദം നബി അലൈഹിസ്സലാമിലൂടെ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചു. ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ലിയുവഹിദൂൻ, തൗഹീദാണ്. മനുഷ്യരും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചത് തൗഹീദ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ഹവ്വ, ഇണയായ ഹവ്വയെയും അല്ലാഹു സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ സുന്നത്ത് നടപടിക്രമമെന്നോണം സ്വർഗത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഭൂമി അല്ലാഹു അവർക്ക് ജീവിക്കാൻ സംവിധാനിച്ചു കൊടുത്തു. ആദം ഹവ്വ ദമ്പതികൾക്ക് 40 മക്കളാണ്. 20 പ്രസവത്തിലൂടെ 40 മക്കള്. അങ്ങനെ ആ ആദം നബി അലൈഹിസ്സലാമും മക്കളും ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഭാഗം ഉമ്മത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തിയത് വമാ കാന അന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദതൻ ഫഖ്തലഫു. മനുഷ്യ സമൂഹം ഒറ്റ ഉമ്മത്തായിരുന്നു, അവര് ഒറ്റ സമുദായമായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ ഭിന്നിച്ചു, 2 വിഭാഗങ്ങളായി ഭിന്നിച്ചു. ഒരു വിഭാഗം തൗഹീദിൽ നിന്നും ഷിർക്കിലേക്ക് വ്യതിചലിച്ചു. മറുവിഭാഗം തൗഹീദിലായി തന്നെ അടിയുറച്ചു നിന്നു. തൗഹീദാണ് അടിസ്ഥാനം. മനുഷ്യ സമൂഹത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അടുത്തൊരായത്തിൽ അല്ലാഹു പറയാണ് കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമൂഹം ഒറ്റ സമുദായമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു. فبعث الله النبيين مبشرين ومنذرين. പിന്നീട് അല്ലാഹു അവരിലേക്ക് ആ തൗഹീദിൽ ബാക്കിയായി അതിൽ അടിയുറച്ചു നിന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും ആ തൗഹീദിൽ നിന്നും വ്യതിചലിച്ച ആൾക്കാർക്ക് മുന്നറിയിപ്പും താക്കീതും നൽകുന്നവരായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ ഷീസ് നബി വന്നു, അതുപോലെ തന്നെ ഇല്യാസ് നബി വന്നു, ഇദ്രീസ് നബി വന്നു. ഷീസ് നബിക്ക് ശേഷമാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് കടന്നു വരുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു സമൂഹം, ആദ്യത്തെ മനുഷ്യ സമൂഹം, അവരെ സംബന്ധിച്ച് അല്ലാഹു ഈ പറഞ്ഞ ആയത്തിൽ ഒരൊറ്റ സമുദായമായിരുന്നു. അതിന്റെ തഫ്സീറിൽ മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. അഖ്ബറ തആല അന്ന ഹാദ ശിർക ഹാദിസുൻ ഫിന്നാസ്. ഈ ആയത്തിൽ നിന്നും നമുക്ക് ബോധ്യമാവുന്നത് ശിർക്ക് എന്നുള്ളത് ഈ ഉമ്മത്തിൽ പിന്നീട് സംഭവിച്ചതാണ്. കാരണം വഅന്ന الناس كلهم كانوا على دين واحد.
ഈ സമുദായം, മനുഷ്യകുലം എല്ലാവരും ഒറ്റ ദീനിലായിരുന്നു. വഹുവൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. മനുഷ്യ സമൂഹത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമാണ്, തൗഹീദാണ്. പിന്നെ അതിൽ നിന്നാണ് വ്യതിചലിച്ച് മനുഷ്യൻ മാറിയത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ റസൂലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയിൽ നിന്നും ഉദ്ധരിക്കുന്നതായിട്ട് കാണാം, കാന ബൈന നൂഹിൻ വ ആദമ അശറതു ഖുറൂനിൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം റസൂലായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ആ മക്കള് തൗഹീദിലായിരുന്നു. അന്ന് വേറെ മതങ്ങളില്ല, വേറെ ആദർശങ്ങളില്ല, മറ്റു ചിന്താധാരകളില്ല, ഒന്നുമില്ല. അന്ന് ഇസ്ലാമാണ്, ഇസ്ലാം മാത്രം. ആ ഇസ്ലാം മാത്രമായി, മുവഹിദീങ്ങൾ മാത്രമായി ജീവിച്ച ആ 10 തലമുറ, ആ 10ാമത്തെ തലമുറയിലാണ് ശിർക്ക് സംഭവിക്കുന്നതും നൂഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് റസൂലായി നിയോഗിക്കപ്പെടുന്നതും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാം, കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്. അവരെല്ലാവരും യഥാർത്ഥ ശരീഅത്തിലായിരുന്നു, ഇസ്ലാമിലായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ ഭിന്നിച്ചു. فبعث الله النبيين مبشرين ومنذرين. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നവരായിക്കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും മനുഷ്യ സമൂഹത്തിലേക്ക് റസൂലുമാരെ നിയോഗിച്ചത്. അപ്പൊ ആദം സന്തതികളുടെ 10ാമത്തെ തലമുറയിലാണ് ആദ്യത്തെ റസൂലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് ആ സമൂഹത്തിലേക്ക് വന്ന് നൂഹ് നബി അലൈഹിസ്സലാം അവരെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിച്ചു. അഥവാ ഇസ്ലാമിലായ തൗഹീദായ ഒരു വിഭാഗം ആൾക്കാരിലാണ് ഷിർക്ക് സംഭവിച്ചവർ ഷിർക്കിലേക്ക് വ്യതിചലിച്ചത്. അവരെ തിരിച്ച് യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം റസൂലായി നിയോഗിക്കപ്പെടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് സൂറത്ത് നൂഹിൽ അല്ലാഹ് പറയാണ്, وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ആരംഭിച്ചപ്പോൾ സമൂഹത്തിലെ മുതലാളിമാര് അവർ പറയുന്ന വാക്ക്, അവർ സാധാരണക്കാരെ ജനങ്ങളെ അവർ ഉപദേശിക്കാൻ, ലാ തദറുന്ന ആലിഹതക്കും, നൂഹിന്റെ വർത്തമാനം കേട്ട് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുമാരെ, ആലിഹത്തുകളെ നിങ്ങൾ കയ്യൊഴിയരുത്, അവരെ നിങ്ങൾ ഒഴിവാക്കരുത്. വലാ തദറുന്ന വദ്ദൻ, പിന്നെ പേരെടുത്ത് പറയണം, വദ്ദിനെ നിങ്ങൾ ഒഴിവാക്കരുത്. വലാ സുവാഅ, സുവാഇനെയും, വലാ യഗൂസ, യഗൂസ്, യഊഖ്, നസ്ർ, 5 വിഗ്രഹങ്ങൾ, ആരാധിക്കപ്പെടുന്ന ഇലാഹുമാർ. നൂഹ് നബി അലൈഹിസ്സലാം ഏത് സമൂഹത്തിലേക്കാണോ റസൂലായി നിയോഗിക്കപ്പെട്ടത്, ആ സമൂഹത്തിൽ അന്ന് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളായിരുന്നു. വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ, 5 ആൾക്കാർ. ഇവർക്ക് മുമ്പിലായിരുന്നു അവർ ദുആ ചെയ്തത്, അവർ സുജൂദ് ചെയ്തത്, അവർ റുകൂഅ് ചെയ്തത്, നേർച്ച വഴിപാടുകൾ നടത്തിയത്, അവർ ഇസ്തിആനത്ത് ചെയ്തതും ഇസ്തിഗാസ ചെയ്തതും അവർ ദുആ ചെയ്തതും ഈ 5 വിഗ്രഹങ്ങൾക്ക് മുമ്പിലായിരുന്നു. ഈ പറയപ്പെട്ട പേരുകൾ അവർ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാം വരുന്ന ആ സമൂഹത്തിൽ കഴിഞ്ഞുപോയ സ്വാലിഹ്യങ്ങളായിരുന്നു, മഹത്തുക്കളായിരുന്നു, അവരുടെ രൂപങ്ങളായിരുന്നു അത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് കാണാം, ഈ പറയപ്പെട്ട 5 പേരുകൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അള്ളാഹുവിന് പുറമെ വിളിച്ച് ദുആ ചെയ്യപ്പെട്ടവർ, സുജൂദ് ചെയ്യപ്പെട്ടവർ, ഇബാദത്തിന്റെ കാര്യങ്ങൾ ചെയ്യപ്പെട്ടവർ, അവർ ആരായിരുന്നു? അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലുള്ള സാലിഹീങ്ങളുടെ പേരുകളാണ് ഈ പറയപ്പെട്ടത്. ഫലമ്മ ഹലകു, അവർ ആ സമൂഹത്തിൽ സാലിഹീങ്ങളായി, നല്ലവരായി ജീവിച്ചു, മഹത്തുക്കളായി ജീവിച്ചു.
ഫലമ്മ ഹലകു, അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ, ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ആ സമൂഹത്തിലേക്ക് ശൈത്താൻ വന്ന് അവരെ മന്ത്രിച്ചു. അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനു യജ്ലിസൂന അൻസാബ, അവർ ജീവിതകാലത്ത് ചെയ്തിരുന്ന ഇബാദത്തുകൾ ചെയ്തിരുന്ന ആ സ്ഥലം, അവരുടേതായ ഓരോരുത്തരുടെയും പ്രത്യേകമായ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ നിർമ്മിക്കാൻ പിശാച് അവരോട് കൽപ്പിച്ചു. വസമ്മൂഹ ബി അസ്മാഇഹിം, അങ്ങനെ അവർ അത് വസുമ്മൂഹ ബി അസ്മാഇഹിം, അങ്ങനെ അവരുടേതായ പേരിൽ ആ രൂപങ്ങളെ ആ പേരിട്ട് വിളിക്കാനും പിശാച് അവരോട് കൽപ്പിച്ചു. ഫഫഅലു, അവർ അത് ചെയ്തു, ആ സമൂഹം അത് ചെയ്തു. മരണപ്പെട്ട 5 മഹത്തുക്കൾ അവർ ഓരോരുത്തരും ജീവിതകാലത്ത് ഇബാദത്തിനായി തെരഞ്ഞെടുത്ത ആ സ്ഥലത്ത് അവരുടേതായ രൂപങ്ങൾ ഉണ്ടാക്കി. ആ രൂപത്തിന് ആ മഹത്തുക്കളുടെ പേരും നൽകി. ഫലം തുഅബദ്, ആ കാലഘട്ടത്തിലൊന്നും ആ രൂപങ്ങൾ, ആ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നില്ല. അതിന്റെ മുമ്പിൽ ഇബാദാത്തുകൾ ചെയ്യപ്പെട്ടിരുന്നില്ല. ഹത്ത, അങ്ങനെ ഇദാ ഹലക ഉലൈക, ആ ഒരു സമൂഹം, ആ ഒരു തലമുറ കഴിഞ്ഞു. വതനസ്സഖൽ ഇൽം, ആ ഒരു തലമുറ കഴിഞ്ഞു. ഈ 5 മഹാന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പ്, വിഗ്രഹത്തെ സംബന്ധിച്ചുള്ള, അവരുടെ രൂപത്തെ സംബന്ധിച്ചുള്ള ഇൽമ്, അറിവ് പിന്നീട് വന്ന തലമുറയിൽ ഇല്ലാതായി. ഫഉബിദത്, അങ്ങനെ ആ 5 മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടു. അവർക്ക് മുമ്പിൽ സുജൂദുകൾ ചെയ്യപ്പെട്ടു. അവർക്ക് മുമ്പിൽ ബലികർമ്മങ്ങൾ നടക്കപ്പെട്ടു. അവർക്ക് മുമ്പിൽ ദുആ ചെയ്യപ്പെട്ടു. ആ വിഗ്രഹങ്ങളോട് ഇസ്തിഗാസയും ഇസ്തിആനത്തും ചെയ്യുന്ന അവസ്ഥയിൽ ആ സമൂഹം എത്തി. ലോകത്ത് ആദ്യമായിട്ട് ശിർക്ക് സംഭവിച്ചു. അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യപ്പെട്ടു. അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ ദുആ ചെയ്യപ്പെട്ടു. അള്ളാഹു അല്ലാത്ത ഒരാളോട് സഹായം അഭ്യർത്ഥിക്കപ്പെട്ടു. ആ 5 മഹത്തുക്കളുടെ രൂപങ്ങൾക്ക് മുമ്പിൽ. അഥവാ ഈ സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത് മഹാന്മാരായ മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം, അൽ മുശ്രികൂന അസ്ലുഹും സിൻഫാനി, മുശ്രിക്കീങ്ങൾ, ലോകത്ത് കടന്നുപോയ മുശ്രിക്കീങ്ങൾ, അവിടെയെല്ലാം അടിസ്ഥാനം 2 വിഭാഗക്കാരാണ്. ഒന്ന് ഖൗമു നൂഹിൻ വ ഖൗമു ഇബ്രാഹിം, ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനത, 2 നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത. ശിർക്കിന്റെ 2 അടിസ്ഥാന തത്വങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. ഖൗമു നൂഹിൻ കാന അസ്ലു ശിർകിഹിം അൽ ഉഖൂഫ് അലാ ഖുബൂരി സ്സാലിഹീൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, അവരിൽ സംഭവിച്ച ശിർക്ക് അത് സാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കലുള്ള ഭജനമിരിക്കലായിരുന്നു. സാലിഹീങ്ങളുടെ ഖബറുകളിലൂടെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ശിർക്ക് സംഭവിച്ചത്. അതൊരു അടിസ്ഥാനമാണ് ശിർക്കിന്റെ. രണ്ടാമത്തത് ഖൗമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ സംഭവിച്ച ശിർക്കാണ് രണ്ടാമത്തത്. കാന അസ്ലു ശിർകിഹിം ഇബാദത്തുൽ കവാകിബ്, അവരുടെ ശിർക്കിന്റെ അടിസ്ഥാനം അത് നക്ഷത്രഗോളങ്ങളെ ആരാധിക്കലായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഷിർക്കിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ ചരിത്രത്തിൽ. ലോകത്തിന്നേ വരെ അള്ളാഹുവിന് തുല്യമായിട്ടൊരു ദൈവത്തെ ലോകത്തിന്നേ വരെ ആരും കണ്ടിട്ടില്ല, ആരും അതേപോലെ പറഞ്ഞിട്ടുമില്ല. ഇബ്രാഹിം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ സംഭവിച്ച ഷിർക്ക് മഹത്തുക്കളുടെ അമിതമായ ആദരവും ബഹുമാനവുമാണ്. അവരുടെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കി വെച്ച രൂപങ്ങളിലൂടെയാണ് ആ സമൂഹത്തിലേക്ക് ഷിർക്ക് കടന്നു വന്നത്. പിന്നെ അറബികളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് വന്നു, അവരെ തിരിച്ച് ദഅവത്തിലേക്ക് ക്ഷണിച്ചു, അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ, എതിരാളിയെ കാഫിർ എന്നും മുശ്രിക്കുമെന്നും ഖുർആനിൽ പേരെടുത്ത് രേഖപ്പെടുത്തി. അവിടുന്ന് അങ്ങോട്ട് വന്ന് പിന്നീട് അറബികളിലേക്കാണ് ഈ ശിർക്ക് കടന്നു വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്, അറബികളിലേക്കാണ് പ്രബോധനവുമായിട്ട് വന്നത്. ആ കാലഘട്ടത്തിൽ അറബികളിൽ ഉണ്ടായ ശിർക്ക് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ബിംബാരാധന അറബികളിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അറബികൾക്ക് ബിംബാരാധന പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ അടിസ്ഥാനം
ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായ ഷിർക്കിന്റെ അടിസ്ഥാനം അത് നക്ഷത്രഗോളങ്ങളെ ആരാധിക്കലാണ്. കാരണം ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അറബികൾക്ക് ബിംബാരാധന പരിചയമില്ല. അറബികളിലേക്ക് ആദ്യമായിട്ട് ബിംബാരാധന കൊണ്ടുവന്നത് അംബർ ബിൻ ലുഹൈ അൽ ഖുസായി എന്ന വ്യക്തിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു അംബർ ബിൻ ലുഹൈ അൽ ഖുസായി യജുറു ഖുസ്ബഹു ഫിന്നാർ വകാന അവ്വലു മൻ സയ്യബ സവാഇബ്. അംബർ ബിൻ ലുഹൈ അൽ ഖുസായിനെ സ്വപ്നത്തിൽ കണ്ടു. നരകത്തിൽ അവന്റെ കൊടൽമാല വലിച്ചുകൊണ്ട് അവൻ നടക്കുന്നു. അവനാണ് ആദ്യമായിട്ട് ബിംബാരാധന കൊണ്ടുവന്നത്. ഷാമിൽ നിന്നാണ് അവൻ കൊണ്ടുവന്നത്. കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. ഷാമിൽ ആൾക്കാർ ബിംബങ്ങളെ ആരാധിക്കുന്നത് കണ്ടു. വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു വിഗ്രഹം കൊണ്ടുവന്ന് കാബയിൽ പ്രതിഷ്ഠിച്ചു. അതാണ് അറബികളിൽ ബിംബാരാധനയുടെ തുടക്കം. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ എങ്ങനെയാണോ ഷിർക്ക് സംഭവിച്ചത്, ഏത് മഹത്തുക്കളുടെ പേരിലാണോ ഷിർക്ക് സംഭവിച്ചത്, ആ മഹത്തുക്കളുടെ രൂപങ്ങൾ പിന്നീട് അറബികളിലേക്ക് എത്തി. ഇബ്നു അബ്ബാസിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണാം, സാറത്തിൽ ഔസാനു അല്ലതി കാനത് ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബി ബഅദു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ അന്നുണ്ടായ ആ രൂപങ്ങൾ, ആ വിഗ്രഹങ്ങൾ, മഹത്തുക്കളുടെ രൂപങ്ങൾ, അത് പിന്നീട് അറബികളിലേക്ക് എത്തി. അമ്മ വദ്ദുൻ കാനത് ലികൽബിൻ ബിദൗമത്തിൽ ജന്ദൽ. ദൗമത്തുൽ ജന്ദലിലെ കൽബ് ഗോത്രത്തിനടുക്കലായിരുന്നു വദ് എന്ന വിഗ്രഹം ഉണ്ടായിരുന്നത്. അമ്മ സുവാഉൻ കാനത് ലിഹുദൈലിൻ. സുവാ എന്ന സ്വാലിഹായ വ്യക്തിയുടെ ആ മഹത്തുക്കളുടെ രൂപം ഹുദൈൽ ഗോത്രത്തിന്റെ അടുക്കലായിരുന്നു. അമ്മ യഗൂസ് വകാനത് ലിമുറാദിൻ സുമ്മ ലിബനി ഉതൈഫിൻ ബിൽ ജൗഫി ഇൻദ സബ. സബഇന്റെ അടുക്കൽ ജൗഫിലുള്ള ബനു ഉതൈഫിന്റെ അടുക്കലായിരുന്നു യഗൂസ് എന്ന വിഗ്രഹം. യഗൂസ് എന്ന ആ സ്വാലിഹായ വ്യക്തിയുടെ രൂപം. അത് പിന്നീട് ആദ്യം മുറാദ് ഗോത്രത്തിലായിരുന്നു, പിന്നെ അത് ബനു ഉതൈഫ് ഗോത്രത്തിലേക്കായി. അമ്മ യഊഖ് ഫകാനത് ലിഹമദാൻ. അമ്മ നസ്ർ ഫകാനത് ലിഹിംയറ ലിആലി ദിൽ കലാ. യമനിലുള്ള ഒരു രാജകുടുംബമാണ്. അവരുടെ അടുക്കലാണ് നസ്ർ ഉണ്ടായത്. ഹമദാൻ ഗോത്രത്തിലായിരുന്നു യഊഖ് ഉണ്ടായത്. അങ്ങനെ ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായ ആ ഷിർക്ക് അത് പിന്നീട് അറബികളിലേക്കും കടന്നു വന്നു. അതേ രൂപത്തിൽ, അതേ കോലത്തിൽ. ഇതാണ് അറബികളുണ്ടായ ഷിർക്ക്. ഇവർ ആരും ഈ മഹത്തുക്കളെ വെച്ചിട്ട് അള്ളാഹുവിനെ പോലെ തുല്യരാണ് ഇവരെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. കാരണം ഖുർആന് മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അള്ളാഹുവിന് പുറമെ വലിയന്മാരെ സ്വീകരിച്ച ആൾക്കാർ അവർ പറയും, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. മാ നഅ്ബുദുഹും, നാം ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. ആ വിഗ്രഹങ്ങൾ ആരായിരുന്നു? മഹത്തുക്കളായിരുന്നു. മുൻകാലത്ത് ജീവിച്ച മഹത്തുക്കളുടെ രൂപങ്ങളായിരുന്നു. കാബാലയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ, ലാത്ത, ഉസ്സ, മനാത്ത, ഇവരൊക്കെ ആ സമൂഹത്തിൽ മുന്നിൽ ജീവിച്ച മഹത്തുക്കളായിരുന്നു, മഹത് വ്യക്തിത്വങ്ങളായിരുന്നു അവര്. അവരുടെ രൂപങ്ങളാണ് പിൽക്കാലത്ത് ഉണ്ടാക്കി വെച്ച് അവർക്ക് മുമ്പിലാണ് ഇബാദത്തുകൾ ചെയ്തത്. മാ നഅ്ബുദുഹും, നാം ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഈ മഹത്തുക്കൾ നമ്മൾ അള്ളാഹുവിലേക്ക് പടിപടിയായി അടുപ്പിക്കാനല്ലാതെ. വളരെ വ്യക്തമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ജാറ പൂജകര്, ജാറത്തിന്റെ ആൾക്കാര്, മഖബറയുടെ ആൾക്കാര്, അവരെന്ത് കാര്യത്തിനാണോ ജാറത്തിലേക്ക് പോകുന്നത്, ഏതൊരു വാദം പറഞ്ഞുകൊണ്ടാണോ ജാറത്തിലേക്ക് പോകുന്നത്, അതേപോലെ അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങളും ഇതേ വാദം പറഞ്ഞിട്ടാണ് അന്ന് കാബാലയത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ പോയിരുന്നത്. ആ മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ ദുആ ചെയ്തതും സുജൂദ് ചെയ്തതും ഇസ്തിഗാസ ചെയ്തതും ഇസ്തിആനത്ത് ചെയ്തതും അവർ ഏതൊരു വാദത്തിലാണോ അതേ വാദത്തിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ജാറത്തിന്റെ അടുക്കൽ പോയി ചെയ്യുന്നത്. അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്.
അടുത്ത ആയത്ത് എന്ന് പറയാണ് വയഅബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ മുമ്പിൽ സുജൂദുകൾ ചെയ്യുന്നവർ, ദുആ ചെയ്യുന്നവർ, ഇസ്തിഗാസ ചെയ്യുന്നവർ, ലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളാണത്. വയഖൂലൂന, അവർ പറയും ഹൗലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറയുന്ന അതേ വാക്ക് മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്. വയഖൂലൂന, അള്ളാഹുവിനെ വിട്ടിട്ട് കാബാലയത്തിന്റെ ചുറ്റുമുള്ള ആ മഹത് വ്യക്തിത്വങ്ങളുടെ രൂപങ്ങൾക്ക് മുമ്പിൽ ചെന്നിട്ട് അവർ സുജൂദ് ചെയ്ത് അതിനോട് ദുആ ചെയ്ത് ഇസ്തിഗാസ ചെയ്ത് അവർ പറയും, വയഖൂലൂന, അവർ പറയും ഹൗലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, ഈ മഹത്തുക്കൾ നാളെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണെന്ന് അവർ പറയും. മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ വാക്കുകളാണ്. അതേ വാക്കാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജാറത്തിൽ പോകുന്ന ആൾക്കാരുടെ നമുക്ക് പറയാനുള്ളത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹത്തിന്റെ തഫ്സീർ അദ്ദേഹം കൊടുക്കാണ്. അന്നഹും ജഅലു ഹാദിഹിൽ ഔസാന വൽ അസ്നാമ അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം, അവർ ആ മക്കത്തെ മുശ്രിക്കുകൾ കഅബത്തിന്റെ ചുറ്റുമുണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ അത് പൂർവകാല അമ്പിയാക്കന്മാരുടെയും വലിയ വലിയ മഹത്തുക്കളുടെയും രൂപങ്ങളായിരുന്നു. എന്നിട്ട് അവർ വാദിച്ചു, റാസി പറയാണ്, പിന്നീട് അവർ വാദിച്ചു, അവരൊക്കെ എപ്പോഴൊക്കെയാണോ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഈ മഹത്തുക്കളുടെ രൂപത്തിന്റെ മുമ്പിൽ ഇബാദത്തിൽ ശുഗലാകുന്നത്, അവർ നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി ശുപാർശകരായിട്ട് വരുമെന്ന് ഇമാം റാസി പറയാണ്. ഇതേപോലെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ചില ആൾക്കാർ, മഹത്തുക്കളുടെ ഖബറുകൾ ആരാധിക്കുന്നവർ, അതിന്റെ അടുക്കൽ സുജൂദ് ദുആ ചെയ്യുന്നവർ, ഇസ്തിഗാസ ചെയ്യുന്നവർ, ബലികർമ്മങ്ങൾ നടത്തുന്നവർ. മക്കത്തെ മുശ്രിക്ക് അന്ന് ഏത് വാദത്തിലൂടെ അത് ചെയ്തത്, അതേ വാദത്തിൽ ചെയ്യുന്നവർ. അപ്പം ഈ ഉമ്മത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്നതും അതിന്നും നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിലൂടെ അറബികളിൽ നിന്നും ശിർക്കില്ലാതായി. പിന്നീട് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് ജാറത്തിന്റെ രൂപത്തിലൂടെയാണ്, ജാറത്തിന്റെയും മഖബറയുടെയും രൂപത്തിലൂടെയാണ്. ഷിയാക്കളിലുള്ള ഇസ്മായിലിയാക്കള്, ബാത്തിനിയാക്കള്, ഉബൈദിയാക്കള്, ഇവരാണ് പിന്നീട് ജാറ സംസ്കാരത്തിലൂടെ ഈ ഉമ്മത്തിലേക്ക് ഷിർക്ക് കൊണ്ടുവരുന്നത്. അതിന്നും ജാറത്തിന്റെ രൂപത്തിൽ ജാറ സംസ്കാരത്തിലൂടെ ആ ഷിർക്ക് നിലനിന്നുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, കാര്യങ്ങൾ വേർതിരിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ അന്ന് ഷിർക്ക് സംഭവിച്ചത് മുസ്ലിങ്ങളിലായിരുന്നു. കാരണം അന്ന് വേറെ മതക്കാരില്ല, വേറെ ചിന്താധാരകളില്ല, വേറൊന്നുമില്ല. അന്ന് എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അവരിലാണ് മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെ ഷിർക്ക് സംഭവിച്ചത്. അതേ ഷിർക്കാണ് ഇന്ന് ജാറ സംസ്കാരത്തിലൂടെ ഈ മുസ്ലിം സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിനോട് നിരന്തരമായിട്ട് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകിയും ആ ഹിദായത്ത് മരണം വരെ ഇസ്തിഖാമത്ത് ആ ഹിദായത്തിൽ നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.